ഫുക്രിയിലേക്ക് സ്വാഗതം. അങ്ങനെ ഫിഫയെ വിൽക്കാനുള്ള പരിപാടിയിൽ നിന്ന് ഇൻഫാന്റിനോ പിൻവാങ്ങിയിരിക്കുന്നു. അതിന് പ്രധാന കാരണം യൂറോപ്യൻ രാജ്യങ്ങളുടെ ഫുട്ബോൾ ഫെഡറേഷനായ യുവേഫ അടക്കമുള്ള ഫുട്ബോൾ ഫെഡറേഷനുകളുടെ ശക്തമായ പ്രതിഷേധമാണ്. അങ്ങനെ ഫുട്ബോളിനെ വിൽക്കാൻ, ഫിഫയെ വിൽക്കാൻ, ലോകകപ്പ് വിൽക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന ശക്തമായ നിലപാട് യുവേഫ എടുത്തതോടുകൂടിയാണ് അതിന് അവസാന ഘട്ടത്തിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് അതിനെ പിന്തുണച്ചുകൊണ്ട് മധ്യ അമേരിക്കൻ രാജ്യങ്ങളുടെ ഫുട്ബോൾ സംഘടനയായ കോൺകാക്കാഫും ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷനും വന്നതോടുകൂടിയാണ് ഇൻഫാന്റിനോ ഗത്യന്തരമില്ലാതെ പിൻവാങ്ങിയിരിക്കുന്നത്. ഇൻഫാന്റിനോയുടെ പരിപാടി ലോകകപ്പ് അടക്കമുള്ള, അതായത് വനിതകളുടെയും പുരുഷന്മാരുടെയും ലോകകപ്പ്, ക്ലബ് ഫുട്ബോൾ ലോകകപ്പ്, ഇത്തരം ടൂർണമെൻറ്റുകൾ നടത്താൻ ഒരു ഉപകമ്പനി, ഫിഫയ്ക്ക് കീഴിൽ ഒരു ഉപകമ്പനി ഉണ്ടാക്കുന്നു. അതായത് ഫിഫ ഫോർവേഡ് എൻ്റർപ്രൈസ്, FFE എന്ന പേരിൽ. ആ FFEയുടെ മൂല്യം എന്ന് പറയുന്നത് 2 ലക്ഷം കോടി രൂപയാണ്. ആ 2 ലക്ഷം കോടി രൂപയിൽ ഒരു 20% ഓഹരി പുറത്തുനിന്ന് കോർപ്പറേറ്റുകളിൽ നിന്ന് സമാഹരിക്കുക. അതായത് ഈ ലോകകപ്പ് നടത്തിപ്പിലേക്ക് കോർപ്പറേറ്റുകളെ കൊണ്ടുവന്ന് അവരിൽ നിന്ന് പണം വാങ്ങുക. 40,000 കോടി രൂപ വരും, 20 ഓഹരി. ഈ 40,000 കോടി രൂപ ഫിഫയിലെ അംഗരാജ്യങ്ങളായ 211 പേർക്ക് വീതിച്ചു കൊടുക്കുക. അതിൽ ഒരു ശതമാനം കുറേ ഫിഫ എടുത്ത് കുറച്ച് ഇവർക്കും കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ ആദ്യഘട്ടത്തിൽ ആദ്യത്തെ 3 വർഷത്തെ കാലയളവിൽ 190 കോടി രൂപ ഈ 211 അംഗരാജ്യങ്ങൾക്ക്, പിന്നീട് 5 വർഷത്തെ കാലയളവിൽ ഒരു 230 കോടി രൂപ കൂടി, അങ്ങനെ 420 കോടി രൂപ മൊത്തം ഈ അംഗരാജ്യങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഈ പണം കണ്ടാൽ ഈ അംഗരാജ്യങ്ങളൊക്കെ ഇളകുമെന്ന് ഇൻഫാന്റിനോ വിചാരിച്ചു. അത് നടന്നില്ല. കാരണം സ്വാഭാവികമായിട്ടും ഈ അംഗരാജ്യങ്ങളിൽ പലതും ദാരിദ്ര്യത്തിലാണ്. ഒരു പന്ത് വാങ്ങാൻ പോലും കാശില്ലാതെ, ഒരു ഗ്രൗണ്ട് ഒരുക്കാൻ പോലും പണമില്ലാതെ വലയുന്ന അംഗരാജ്യങ്ങളാണ് ഫിഫയിലുള്ളത് പലരും. അപ്പോൾ ഇത്രയും വലിയ കോടികളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കുമെന്ന് ഇൻഫാന്റിനോ വിചാരിച്ചു. പക്ഷെ നടന്നില്ല. ഫുട്ബോളിൻ്റെ മാന്യത കാക്കണം എന്ന ഒരൊറ്റ, ഫുട്ബോളിൻ്റെ മൂല്യം അത് എക്കാലവും വലുതാണ്, അത് മഹത്തായതാണ് എന്ന ഉറച്ച വാദത്തിൽ യുവേഫ, യൂറോപ്യൻ രാജ്യങ്ങളുടെ ഫുട്ബോൾ സംഘടന നിന്നു. യുവേഫ പറഞ്ഞാൽ പിന്നെ ഫിഫയ്ക്ക് ഒന്നും ചെയ്യാനില്ല. യുവേഫ പറഞ്ഞു, എങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ലോകകപ്പിൽ പങ്കെടുക്കില്ല, ഞങ്ങൾ ബഹിഷ്കരിക്കും. അത് പറഞ്ഞതോടുകൂടി ഇൻഫാന്റിനോയ്ക്ക് ഒന്നും ചെയ്യാനില്ല. അതിനൊപ്പം തന്നെ മധ്യ അമേരിക്ക രാജ്യങ്ങളുടെ ഫുട്ബോൾ ഫെഡറേഷനുകളും, അതായത് കോൺകാക്കാഫ്, ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ചേർന്നതോടുകൂടി ഇൻഫാന്റിനോ പൂർണ്ണമായും പിൻവാങ്ങി. അതായത് ഈ ലോകകപ്പ് ഉൾപ്പെടെയുള്ളതിലേക്ക് കോർപ്പറേറ്റുകളെ കൊണ്ടുവന്ന്, നടത്തിപ്പിലേക്ക് കോർപ്പറേറ്റുകളെ കൊണ്ടുവന്ന് അവരുടെ പൈസ വാങ്ങി കോർപ്പറേറ്റുകൾ വിഴുങ്ങുന്ന നിലയിലേക്ക്, ഫുട്ബോൾ കോർപ്പറേറ്റുകൾ വിഴുങ്ങുന്ന നിലയിലേക്ക് മാറുക എന്നത് ലേക്കായിരുന്നു പോയിരുന്നത്. പക്ഷേ അത് തൽക്കാലം പിടിച്ചു നിർത്തപ്പെട്ടു. അതിന് പ്രത്യേകിച്ചൊരു കാരണം കൂടിയുണ്ട്. ഇൻഫാന്റിനോയുടെ ഏറ്റവും വിശ്വസ്തനായ ഉപദേഷ്ടാവ് രാജിവെച്ചു ഇതിൽ പ്രതിഷേധിച്ച്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇൻഫാന്റിനോയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നു. ഫുട്ബോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ പണം വാരിയായിട്ടുള്ള ഒരു സ്പോർട്സ് ഗെയിമാണ് ഫുട്ബോൾ. ആഗോളതലത്തിൽ കായിക രംഗത്ത് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന മേഖലയാണ് ഫുട്ബോൾ. ഓരോ വർഷവും $5,000 കോടി, ഏകദേശം 4.77 ലക്ഷം കോടി രൂപയാണ് ഫുട്ബോളിൽ നിന്നുണ്ടാക്കുന്നത്. ഇതിൽ തന്നെ ഈ 4.77 ലക്ഷം കോടി രൂപയിൽ $3,800 കോടി, അതായത് 3.6 ലക്ഷം കോടി രൂപ ഉണ്ടാകുന്നത് യൂറോപ്പിൽ നിന്നാണ്. യൂറോപ്പിലെ വലിയ ലീഗുകൾ, ബുണ്ടസ് ലീഗ്, ലാലിഗ, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, ഇങ്ങനെ യൂറോപ്പിലെ ഏറ്റവും വലിയ ലീഗുകളിൽ നിന്നാണ് പണം ഉണ്ടാകുന്നത്. ക്ലബ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു വിപണിയാണ്, അതൊരു കമ്പോളമാണ്, അതൊരു പൈസ ഉണ്ടാക്കാനുള്ള, വരുമാനം ഉണ്ടാക്കാനുള്ള കാര്യമാണ്. അതൊക്കെ നിയന്ത്രിക്കുന്ന യൂറോപ്പിൽ യുവേഫയാണ്. അങ്ങനെയാകുമ്പോഴും പണം കൊണ്ടാണ് യുവേഫ ഫുട്ബോൾ കോർപ്പറേറ്റുകളിലൂടെ നടത്തിക്കൊണ്ടുപോകുന്നെങ്കിലും ലോകകപ്പിൻ്റെ മൂല്യം നിലനിർത്തണമെന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. ലോകകപ്പിൻ്റെ വിലയിടിക്കുന്ന ഒന്നും ഉണ്ടാകരുത് എന്നവർ തീരുമാനിച്ചു. അതായത് കോർപ്പറേറ്റുകൾ വാഴുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലെ ചാക്കുകൾ വാഴുന്ന യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് പോലും ലോകകപ്പ് സ്വകാര്യ നിക്ഷേപകരിലേക്ക് അതിൻ്റെ നടത്തിപ്പ് കൊണ്ടുപോകുന്നതിന് എതിർക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ലോകകപ്പിൻ്റെ മഹത്വം നിലനിർത്തണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങളുടെ യുവേഫ, യൂറോപ്യൻ രാജ്യങ്ങളുടെ ഫെഡറേഷൻ ആവശ്യപ്പെട്ടു. ഇൻഫാന്റിനോയ്ക്ക് അതിൽ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധം അയാൾ കുടുങ്ങി. അങ്ങനെ അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇൻഫാന്റിനോ എന്തിനാണ് ഇങ്ങനെ ഒരു കളി കളിച്ചത്?
അത് മറ്റൊന്നുമല്ല, അടുത്ത മാർച്ചിൽ 2027 മാർച്ചിൽ അദ്ദേഹത്തിൻ്റെ ഫിഫ പ്രസിഡന്റ് സ്ഥാനത്തെ കാലാവധി തീരുകയാണ്. 2016 ഇൻഫാന്റിനോ ഫിഫയുടെ തലപ്പത്തേക്ക് വരുന്നത്. അദ്ദേഹം ഈ പറഞ്ഞ യുവേഫയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആ കാലത്താണ് ഫിഫയുടെ പ്രസിഡൻ്റായിട്ട് വരുന്നത്. ഇനി ഒരിക്കൽ കൂടി ഈ സ്ഥാനം നിലനിർത്താനും വീണ്ടും അദ്ദേഹത്തെ പുനർനാമനിർദ്ദേശം നൽകുന്നതിന് അംഗരാജ്യങ്ങളെ നിർബന്ധിക്കാനും ഈ പണം കൊടുത്തുകൊണ്ട്, അതായത് ഈ 40,000 കോടി കിട്ടുമ്പോൾ 420 കോടി രൂപ അവർക്ക് കൊടുക്കാമെങ്കിൽ അംഗരാജ്യങ്ങൾ മിക്കതും ഇൻഫാന്റിനോയെ സപ്പോർട്ട് ചെയ്യും, പിന്തുണയ്ക്കുമെന്ന് അദ്ദേഹം കരുതി. അങ്ങനെയാണെങ്കിൽ അടുത്ത തവണ വീണ്ടും ഫിഫയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് വരാം എന്ന് അദ്ദേഹം കരുതി. എന്തായാലും തൽക്കാലം അതൊന്നും നടന്നിട്ടില്ല. അതെല്ലാം അവതാളത്തിലായി. ഇൻഫാന്റിനോയുടെ കാര്യം തന്നെ കഷ്ടമാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. കാരണം അദ്ദേഹം മിക്കവാറും പുറത്തേക്ക് പോകേണ്ടി വരും ഈ നിലയിലുള്ള പരിപാടികളായിട്ട് നീങ്ങിയാൽ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും തൽക്കാലത്തേക്കെങ്കിലും ലോകകപ്പ് തൊടാൻ ഇൻഫാന്റിനോയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ലോകകപ്പ് നടത്തിപ്പിലേക്ക് കൂടി കോർപ്പറേറ്റുകൾ വന്നാലുള്ള അവസ്ഥ അതിഭീകരമാകുമായിരുന്നു. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ലോകകപ്പ് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഹൈഡ്രേഷൻ ബ്രേക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരൊറ്റ ബ്രേക്ക് ഉണ്ടായിരുന്നിടത്ത് ഇപ്പോൾ 3 ബ്രേക്കായി മാറി ലോകകപ്പിൽ. ഹൈഡ്രേഷൻ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ വെള്ളം കുടിക്കാനുള്ള ബ്രേക്ക്. അങ്ങനെ ആദ്യ പകുതിയിൽ ഒരു ബ്രേക്ക് 23 മിനിറ്റ് കഴിയുമ്പോൾ, രണ്ടാം പകുതിയിൽ 20 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ബ്രേക്ക്. അങ്ങനെ 2 ബ്രേക്കുകൾ കൊടുത്ത് അത് മുഴുവൻ വിറ്റ് കാശാക്കി അമേരിക്കയിൽ സംപ്രേഷണാവകാശം നേടിയിരുന്ന ഫോക്സ് ദശലക്ഷക്കണക്കിന് കോടി രൂപയാണ് ഈ ഹൈഡ്രേഷൻ ബ്രേക്കിലൂടെ മാത്രം ഉണ്ടാക്കിയത്, അതിൽ വരുന്ന പരസ്യത്തിലൂടെ ഉണ്ടാക്കിയത്. അങ്ങനെ കോർപ്പറേറ്റുകൾക്ക് ഇദംപര്യമായി യഥേഷ്ടം പണമുണ്ടാക്കാനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുകയാണ് ഇൻഫാന്റിനോ ചെയ്യുന്നത്. ആ ഇൻഫാന്റിനോയുടെ ഇപ്പോഴത്തെ ചില നീക്കങ്ങൾ യുഎഫ്എയുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് തകർക്കപ്പെട്ടു എന്നത് നമ്മൾ കാണാതിരുന്നുകൂടാ. തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥ, പ്രത്യേകിച്ച് ഫിഫ എന്ന് പറഞ്ഞാൽ വലിയ പണം വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഫിഫയുടെ ലോകകപ്പാണ് ഫിഫയുടെ ഏറ്റവും വലിയ പ്രധാന വരുമാന മാർഗം. 4 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ലോകകപ്പിലൂടെ $1,300 കോടി ഡോളറോളമാണ്, $1,300 കോടി പണം ഫിഫ ഉണ്ടാക്കുന്നത്. ഈ വരുമാനത്തെ കൂടുതൽ സ്വകാര്യ നിക്ഷേപരെ കൊടുന്ന് വർദ്ധിപ്പിക്കാനും അങ്ങനെ വലിയൊരു പണം വാരി പരിപാടിയായിട്ട് ലോകകപ്പിനെ മാറ്റാനുമുള്ള ഇൻഫാന്റിനോയുടെ നീക്കമാണ് തീർച്ചയായിട്ടും പൊളിഞ്ഞിരിക്കുന്നത്. ഫിഫ ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ, അതായത് ഇൻഫാന്റിനോ ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വന്നില്ല എന്നുള്ളത് എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും ഫുട്ബോൾ ഫെഡറേഷനുകൾ, അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും ഫുട്ബോൾ ഫെഡറേഷനുകൾ ഈ നീക്കത്തിനെതിരായി വന്നു. ഫുട്ബോൾ ലോകകപ്പ് വിൽപ്പനയ്ക്കുള്ളതല്ല, അത് കളിയുടെ മഹത്തായ പാരമ്പര്യങ്ങളിലൊന്നാണ്. എല്ലാ വൻകരകളിലുമുള്ള ദേശീയ ടീമുകളും താരങ്ങളും ആരാധകരും ചേർന്ന് തലമുറ കൈമാറി പടുത്തുയർത്തിയതാണ് അതിൻ്റെ മഹത്വം എന്ന്, കളിയുടെ മാന്യതയും പവിത്രതയും നിലനിൽക്കണമെന്ന ആ പിടിവാശിക്ക് മുന്നിൽ, അതായത് യുഎഫ അടക്കമുള്ള എല്ലാ ഫുട്ബോൾ ഫെഡറേഷനുകളുടെയും വാശിക്ക് മുന്നിൽ ഇൻഫാന്റിനോയ്ക്ക് കീഴടങ്ങേണ്ടി വന്നു. എന്തായാലും ഇൻഫാന്റിനോ പണം വെച്ചൊരു കളിക്ക് മുതിർന്നു, പക്ഷേ അത് നടന്നില്ല. അതുവഴി അദ്ദേഹത്തിന് വീണ്ടും ഒരിക്കൽ കൂടി ഫിഫയുടെ പ്രസിഡൻ്റായി മാറാം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചു. അതും നടന്നില്ല. അദ്ദേഹം അത് സ്വപ്നം കണ്ടു, അത് മിക്കവാറും പാളിപ്പോയി എന്ന് മാത്രമല്ല, അദ്ദേഹം ആ അവസ്ഥയിൽ അതിൽ നിന്ന് തന്നെ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം, ഫിഫയിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ലോകകപ്പ് ഏറെ വിമർശിക്കപ്പെട്ട ഒന്നാണ്. ഈ ലോകകപ്പിൽ ഒട്ടേറെ ഈ വാണിജ്യപരമായ നീക്കങ്ങളിലൂടെ, ഹൈഡ്രേഷൻ ബ്രേക്ക് അടക്കമുള്ള വാണിജ്യപരമായ നീക്കങ്ങളിലൂടെ വലിയ വിമർശനങ്ങൾ വിളിച്ചു വരുത്തിയതാണ് ഈ കഴിഞ്ഞ ലോകകപ്പ്. ആ ലോകകപ്പിൻ്റെ വിജയിച്ചതോടെ, ആ ലോകകപ്പ് പണം വാരിയതോടെ ഇൻഫാന്റിനോ പുതിയ പരിപാടികളുമായിട്ട് ഇറങ്ങിയതായിരുന്നു. എന്തായാലും ആ പരിപാടികളെല്ലാം പാളിപ്പോയി എന്നുള്ളത് വളരെ
ഫുട്ബോളിൻ്റെ നന്മ ഉദ്ദേശിക്കുന്ന ആഗ്രഹിക്കുന്ന എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒന്നാണ്. ഇതുവഴി ഇൻഫാന്റിനോ മിക്കവാറും അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പുറത്തു പോകാനുള്ള സാധ്യതയാണ്. കാരണം അംഗരാജ്യങ്ങളുടെ മുഴുവൻ ഫിഫയിലെ അംഗരാജ്യങ്ങളുടെ ഏതാണ്ടൊക്കെ ഭൂരിപക്ഷവും ഇൻഫാന്റിനോയ്ക്ക് എതിരായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കളടക്കം അദ്ദേഹത്തിൻ്റെ ഫിഫയിലെ വലങ്കൈകളായിട്ടുള്ള ആളുകളെല്ലാം അദ്ദേഹത്തിൽ നിന്ന് അകന്നു പോകുന്നതും നമ്മൾ കണ്ടു. എന്തായാലും ഈ നിലയിൽ ഇൻഫാന്റിനോ പുറത്തേക്ക് തന്നെ പോകും. അങ്ങനെ ഫിഫയ്ക്ക് പുതിയൊരു പ്രസിഡന്റ് കൂടി വന്നേക്കാം എന്ന നിലയിലേക്ക് കൂടി കാര്യങ്ങൾ നീങ്ങുന്നു എന്നത് ശുഭോദർക്കമാണ്.